ക്രൈസ്തവ ആരാധനാ ബിംബങ്ങളെ അവഹേളിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ റാപ്പർ ജനസിസ് യാസ്മിൻ മോഹൻരാജ് എന്ന ടോമി ജനസിസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മ്യൂസിക് വീഡിയോ ട്രൂ ബ്ലൂവിൽ അർത്ഥനഗ്നയായി കാളിദേവിയുടേതിന് സാദൃശ്യം തോന്നുന്ന കോസ്റ്റ്യൂമിൽ കുരിശും പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. നീല പെയിന്റ് അടിച്ച് ചുവന്ന പൊട്ടക്കത്തൊട്ട് നമ്മുടെ കാളി ദേവിയെ പോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞാണ് ഇതിൽ ടോമി എത്തുന്നത്. പാട്ടിനിടെ ടോമി കുരിശിൽ അത്യന്തം അശ്ലീലമായ രീതിയിൽ നക്കുകയും കൈകൂപ്പുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഒരു കുരിശ് നക്കുന്നതും അതുപോലെ തന്നെ നമസ്തേ പറയുന്നതും മറ്റു ചില രംഗങ്ങളും ഒക്കെ ഈ ഒരു വിവാദത്തിന് ഇപ്പോൾ ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഇത് മതപരമായ അവഹേളനം തന്നെയാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ സാംസ്കാരികപരമായ ദുരുപയോഗമാണ് ഇത് എന്ന സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുകയാണ്. ഈ ഒരു റാപ്പർക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ശ്രദ്ധിക്കപ്പെടാനും കാഴ്ചക്കാരെ കൂട്ടാനുമുള്ള ഗായികയുടെ തരംതാണ ശ്രമമാണ് ഇത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവികാരം. അത്രയും രണ്ട് വിഭാഗങ്ങളുടെയും വികാരം വ്രണപ്പെടുത്താനുള്ള, അതായത് ഹിന്ദുവിന്റെയും ക്രൈസ്തവരുടെയും വികാരം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമുള്ള ഒരു നീക്കമാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് വ്യക്തമാണ്. കുരിശ് വരുന്നത് അവരുടെ നിതംബത്തിൽ നിന്നാണ് എന്നോർക്കണം. വൈറലാക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന വൃത്തികെട്ട രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലോകം. എല്ലാവരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയാണ്. ഇത് ദൈവനിന്ദ തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ വിളിച്ചു പറയുന്നത്. സത്യത്തിൽ ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുക എന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ആരും എതിർക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഇനി എടുത്തു പറയേണ്ടത് ഇവർക്ക് കേരള തമിഴ്നാട് അസ്തിത്വമാണ് ഉള്ളത് എന്ന സത്യമാണ്. സത്യത്തിൽ അത് പറയാൻ തന്നെ തോന്നുന്നില്ല. എന്തായാലും വൈറലാകാൻ വേണ്ടി ഒപ്പിച്ച ഈ പണിക്ക് ഇവർക്ക് 8ന്റെ അല്ല 16നും മേലെയാണ് ഇപ്പോൾ പണി കിട്ടിയത്. ചാനൽ റീച്ച് ആകാൻ വേണ്ടി ചെയ്തിട്ട് ഇപ്പോൾ ചാനലിന് റിപ്പോർട്ട് അടിയുടെ പെരുമഴയാണ്. എന്തിനേറെ പറയുന്നു, പാകിസ്ഥാനികളായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികളടക്കം ഈ ചെയ്തത് ചെറ്റ പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഉള്ള വിമർശന പെരുമഴയും ഒപ്പം ചാനലിന് ബോണസായി റിപ്പോർട്ടും ഇവരെല്ലാവരും തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കുഞ്ഞു പോലും എന്തായാലും ഇതിനെ നല്ലത് എന്ന് പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകം ഇവിടെ എടുത്തു പറയേണ്ടതാണ്.